ചെമ്പുപാളി എന്ന് ദേവസ്വം മിനിറ്റ്സ് സ്വന്തം കൈപ്പടൽ എഴുതിയത് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ എന്ന റിമാൻഡ് റിപ്പോർട്ട്. നടപടിക്രമം മറികടന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ മൂറ്റിയെ പത്മകുമാർ സഹായിച്ചു. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ പത്മകുമാറിനെതിരെ SIT പറയുന്ന കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലയ്ക്ക് ജീവനക്കാരുടെ മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കെ മരാമത്ത് പ്രൊസീജിയർ മറികടന്ന് ക്ഷേത്രമുദ്രകൾ മരാമത്തിനായി ക്ഷേത്ര പരിസരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന ദേവസ്വം മാനുവൽ വ്യവസ്ഥ ഉണ്ടായിട്ടും അത് ലംഘിച്ചു. അത് പത്മകുമാർ മറികടന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കൂട്ടുപ്രതികളുമായി ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായി മൂന്നാം പ്രതി കട്ടിള പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ ഇളക്കി സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന ഉത്തരവുണ്ടാകുന്ന അനുവാദം ചോദിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന്, ഇതിന്റെ രേഖകളുടെ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളാണ്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടാൻ തീരുമാനിച്ച ബോർഡ് യോഗത്തിന്റെ അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി സ്വർണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിന് ബോർഡ് അനുവാദം നൽകി. അതായത് ഇത് ഈ ചെമ്പുപാളി എന്ന് മാത്രം രേഖപ്പെടുത്തുന്നതിൽ പത്മകുമാറിന് കൃത്യമായ ബോധ്യവും ധാരണയും അറിവും ഉണ്ടായിരുന്നുവെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എത്തിച്ചേരുന്നതിനും സ്വർണം കവർച്ച ചെയ്യുന്നതിനും ഒത്താശ ചെയ്തതായി ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ വെളിവായതായും SIT പറയുന്നു. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ SIT ഉൾക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ മറ്റെന്തെങ്കിലും ഗൗരവമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധേയം. റിമാൻഡ് റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് വരും മണിക്കൂറുകൾ പുറത്തേക്ക് വരികയും ചെയ്യും. SKN.